ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നോക്കുന്നത് നമുക്ക് ബോക്സിങ്ങിൽ പഞ്ച് ചെയ്യാൻ, അറ്റാക്ക് ചെയ്യാൻ മാത്രം പഠിച്ച പോലെ നമുക്ക് നേരെ വരുന്ന അറ്റാക്കിനെ എങ്ങനെ ഡിഫറെന്റ് ഗാർഡ്സ് വെച്ച് ബ്ലോക്ക് ചെയ്യാമെന്നും കൂടെ പഠിക്കണം. നമുക്ക് ബോക്സിങ്ങിൽ ഒരുപാട് ഡിഫൻസീവ് മൂവ്മെന്റും ഉണ്ട്, ഒരുപാട് ഡിഫറെന്റ് ടൈപ്പ് ഗാർഡ്സും ഉണ്ട്. രണ്ടും രണ്ടാണ്. അപ്പം ഇന്ന് നമ്മൾ നോക്കുന്നത് നമുക്ക് വിവിധ തരം പഞ്ചസിനെ നമുക്ക് ഗാർഡ് ചെയ്തിട്ട് എങ്ങനെ അതിനെ ഡിഫെൻഡ് ചെയ്യാം എന്ന കാര്യമാണ്. ഇപ്പം ആദ്യത്തെ മെത്തേഡ്, അതിന് പറയുന്ന പേരാണ് പാരി, ബേസ് മെത്തേഡ്. ഗാർഡ് അപ്പ്. ഇപ്പൊ എനിക്ക് നേരെ 1 അല്ലെങ്കിൽ 2 ഏത് പഞ്ച് വരട്ടെ, സ്ട്രൈറ്റ് പഞ്ചിൽ ഏതും വരട്ടെ, അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് എൻ്റെ എൽബോനെ ഞാൻ ബോഡി നനക്കുന്നില്ല, റിസ്റ്റിനെ മാത്രം ഞാൻ വെച്ചിട്ട് തട്ടി മാറ്റുന്നു. ഇപ്പൊ എനിക്ക് നേരെ പഞ്ച് വന്നാൽ അതിനെ ഞാൻ തട്ടി മാറ്റുക. ഇതിനെ പറയുന്ന പേരാണ് പാരി. നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ചെയ്ത് കാണിക്കുന്നതിന്റെ റിയൽ ടൈം എനിക്കൊരു ഒപ്പണന്റിനെ വെച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ അടുത്തത് ഷെഡ്യൂൾ ചെയ്യുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി അതെങ്ങനെ ചെയ്യാം എന്നുള്ളതിന്റെ ഒരു ലെക്ചറായിട്ട് മാത്രം നിങ്ങൾ കൂട്ടിയാൽ മതി സർ. അപ്പം നമ്മൾ ആദ്യത്തെ എന്താണ്, പാരി. ഗാർഡ് അപ്പ്. നമ്മളെ ഫോറാമിനെ ഇവിടെ നിന്ന് അനക്കരുത്, ഇപ്പിനോട് ചേർത്ത് വെച്ചേക്കണം. നമ്മൾ രണ്ട് സൈഡിലായിട്ട് നിൽക്കണം. ജസ്റ്റ് റിസ്റ്റ് വെച്ച് മാത്രം എന്ത് ചെയ്യുക, പഞ്ചസിനെ തട്ടി മാറ്റുന്ന പേരാണ് പാരി. അടുത്തത് പറയുന്നതാണ് ക്യാച്ച്. ക്യാച്ച് എന്ന് പറയുന്നത് എന്താണ്, പേര് പോലെ തന്നെ പിടിക്കുക. ഇപ്പൊ എനിക്ക് നേരെ ഒരു പഞ്ച് വന്നു, അതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, പിടിക്കുന്നു. അതിലും ഞാൻ എന്ത് ചെയ്യുന്നില്ല, എൻ്റെ റിസ്റ്റിനെ ഞാൻ അവിടെ നനക്കുന്നില്ല, ഗാർഡ് അവിടെ അപ്പ് ചെയ്ത് വെക്കുന്നു. ജസ്റ്റ് ഇപ്പൊ ഞാൻ ആദ്യത്തെ മെത്തേഡിൽ ഇങ്ങനെ തട്ടി മാറ്റുകയാണെങ്കിൽ ഇത്തവണ നമ്മൾ എന്ത് ചെയ്യുന്നു, കൈനെ തിരിക്കുന്നു, അകത്തേക്ക് ഉള്ളം കൈയിലേക്കാണ് പഞ്ച് വരുന്നത്. ഇതില് ക്യാച്ച് എന്ന് പേരുണ്ടെങ്കിൽ നമ്മൾ പിടിച്ചു വെക്കുന്നൊന്നുമില്ല, കാരണം ഗ്ലൗ ഇടുന്ന സമയത്ത് നമുക്ക് പിടിച്ചു വെക്കാനൊന്നും കഴിയില്ല. ജസ്റ്റ് എന്ത് ചെയ്യുന്നു, പഞ്ചിനെ നമ്മൾ ഉള്ളം കൈയിലേക്ക് മാറ്റുന്നു. അടുത്തതാണ് ഷോൾഡർ റോളിംഗ്. ഷോൾഡർ റോളിംഗ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല, നിങ്ങളുടെ ഡെൽറ്റോയിഡ് മസിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, പഞ്ചസിനെ ഏറ്റുവാങ്ങുന്നു. ഇപ്പൊ എനിക്ക് സ്ട്രൈറ്റ് പഞ്ച് വന്നാൽ അത് ഞാൻ ഫേസിനെയും എൻ്റെ ഷോൾഡറിനെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ആ പഞ്ചിനെ ഏറ്റുവാങ്ങുന്ന ഒരു മെത്തേഡ്, അതാണ് ഷോൾഡർ റോളിംഗ്. പിന്നെ അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഹൈ ഗാർഡ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്, പഞ്ച് മൊത്തം നമ്മൾ ഇവിടെ വാങ്ങിക്കുന്നു, ചുമ്മാ സ്റ്റാൻഡിങ് പൊസിഷനിൽ തന്നെ. പക്ഷെ നമുക്ക് എന്താണ്, പഞ്ച് ചെയ്യുക എവിടേക്കാണ് വരുന്നത് നമുക്ക് കാണണം. ഇത്തരത്തിൽ ഗാർഡ് ചെയ്യാം, അതാണ് ഹൈ ഗാർഡ്. പിന്നെ ഹുക്സ് അതല്ലെങ്കിൽ ബോഡി ഷോട്ട് വരുന്ന സമയത്ത് എങ്ങനെ ചെയ്യാം. ഇപ്പൊ നമ്മൾ ഓൾറെഡി ഗാർഡ് പൊസിഷനിലാണ്. ഇതിൽ എനിക്ക് നേരെ 3 എന്ന പഞ്ച് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ നിന്ന പൊസിഷനിൽ നിന്ന് എൻ്റെ കൈമുട്ടിനെ ലിഫ്റ്റ് ചെയ്യുന്നു. പക്ഷെ എൻ്റെ പാമിനെ ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല, പാം എന്ത് ചെയ്യുന്നു, എഗെയിൻ ബാക്കോട്ടാണ്. ഒരു ട്രയാങ്കിൾ ഷേപ്പിന് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇത്തരത്തിലും എനിക്ക് എന്ത് ചെയ്യാം, ഗാർഡ് ചെയ്യാം. സെയിം സ്റ്റൈൽ തന്നെ ലെഫ്റ്റിലും. ഇനി ഇത് തന്നെ ബോഡി ഷോട്ടാണ് വരുന്നതെങ്കിൽ ഇതിനെ ഞാൻ എന്ത് ചെയ്യും, ബോഡിയെ ഞാനൊരു ലൈറ്റായിട്ടൊന്ന് ക്രഞ്ച് ചെയ്യും. എന്നിട്ട് എൻ്റെ ഇത്രയും ഏരിയയിൽ ആ ട്രയാങ്കിൾ താഴത്തേക്ക് നിൽക്കും, ഇത്രയും ഏരിയയിൽ അടി വാങ്ങുന്നു. സെയിം സ്റ്റൈൽ തന്നെ ലെഫ്റ്റിലും. ഇതാണ് അടുത്ത മെത്തേഡ്. ഇനി അപ്പർ കട്ടിനൊരു പ്രത്യേകിച്ചൊരു ഗാർഡ് പൊസിഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഒരു അപ്പർ കട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനെ പാരി വെച്ചിട്ടും ചെയ്യാം, ക്യാച്ച് ചെയ്യാം. അതല്ലെങ്കിൽ എൽബോ വെച്ചിട്ട് അതിനെ തട്ടി മാറ്റാം. ഇപ്പൊ എനിക്ക് നേരെ വരുന്നൊരു പഞ്ചിനെ എൽബോ വെച്ചിട്ട് എനിക്ക് വേണമെങ്കിൽ തട്ടി മാറ്റാം. അത് നിങ്ങൾക്ക് 1 and 2 എന്ന പഞ്ചിലും എൽബോ വെച്ചിട്ട് തട്ടി മാറ്റാൻ പറ്റും. ഇതൊക്കെയാണ് ബോക്സിങ്ങിൽ പൊതുവെ നമ്മൾ യൂസ് ചെയ്യുന്ന ഗാർഡ്സ് അല്ലെങ്കിൽ ഗാർഡിങ് മെത്തേഡ്. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ പ്രാക്ടിക്കൽ സെക്ഷൻ, അതായത് ഒരു ഒപ്പോണന്റ് വെച്ചിട്ടുള്ള എങ്ങനെ ചെയ്യാന്നുള്ളതായിരിക്കും.